ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മാവിന്റെ അനശ്വരത്വം ഈശ്വരൻ മഹർഷിമാർ മുഖേന വെളിപ്പെടുത്തിയതാണ്. സുഖം ഉള്ളിൽ തന്നെ ആത്മനിഷ്ഠമാണെന്നറിയാതെ മനുഷ്യൻ വെളിയിൽ വിഷയസുഖങ്ങളുടെ പിറകെ പായുന്നു. കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ അതു കളഞ്ഞ് കാഞ്ഞിരക്കനിയെ അതു ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കുന്നു. ശ്രീനാരായണ ഗുരു. ആത്മസ്വരൂപം നാശമില്ലാത്തതും ശരീരം നശിക്കുന്നതുമായി ആത്മാവ് പല ശരീരങ്ങളെടുത്ത് ഓരോ ജന്മത്തിലും നിശ്ചിതമായ കർമ്മങ്ങൾ ചെയ്ത് ഈ സൃഷ്ടിയുടെ ഗതിയെ സഹായിക്കേണ്ടവരായി ജനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവാണ് ഞാൻ എന്നതറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ അവസ്ഥയിൽ നമ്മൾ കേന്ദ്രീകൃതരാകുമ്പോൾ ആത്മോർജം ശാന്തവും സ്ഥിരയുള്ളതുമായി നിശ്ചിത പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ അന്തഃക്കരണത്തോടു ചേർന്ന മനസ്സ് അലഞ്ഞുതിരിയുന്നില്ല. അതിനാൽ ജീവിതം പ്രദാനം ചെയ്യുന്നതെല്ലാം സുഖമായി മാറി അത് അനുഭവിക്കാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തി നേടുന്നു. ആത്മസാന്നിധ്യമറിഞ്ഞ് നമ്മൾ സംതൃപ്തിയോടെ ജീവിക്കുകയും അതോടൊപ്പം സ്വാഭാവികമായും കടന്നുപോകുന്ന ഓരോ നിമിഷത്തിനും മറ്റുള്ളവരോടും ഈ പ്രകൃതിയോടും നന്ദിയുള്ളവരാക്കുകയും ചെയ്യുന്നു. ഈശ്വാനുഗ്രഹം നേടി ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും ഇണങ്ങി സ്വയം സുഖം അനുഭവിക്കുകയും മറ്റുള്ളവർക്കു സുഖം മാത്രം നൽകുകയും ചെയ്യുവാൻ സാധിക്കുന്ന ഈ ജീവിത സാഹചര്യം നമുക്ക് സ്വന്തമാക്കി ലോകത്തിനു സമാധാനവും ശാന്തിയും നൽകുവാനും അതുതന്നെ ദിനചര്യയാക്കി സത്യത്തിന്റെ മാർഗം പുലർത്താനും നമുക്ക് ശ്രമിക്കാം. നമസ്തേ.